ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഇൻസ്റ്റാഗ്രാം. ഇപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്നത് സ്പോർട്സിനെ കുറിച്ചാണ്. സ്പോർട്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കർണാടക സ്റ്റേറ്റിനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന ബാറ്റ്മാനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വേറൊരു സീസണും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതിനൊക്കെ പോകാനായിട്ടുള്ള ഒരു ഇൻകം സോഴ്സാണ് ഫിലിം വിത്ത് പിന്നെ എൻ്റെ വേറെ ജോബിങ് മേഖല. അപ്പോൾ കഴിഞ്ഞ മാച്ചിന് ഞാൻ പോയില്ല, അവോയ്ഡ് ചെയ്തു. വേണ്ട, അടുത്ത മാച്ചിന് പോവാം, കാരണം എനിക്ക് ആ ഇൻകം ഒരു ലെവലിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ റോയലായിട്ടുള്ള സ്പോർട്സ് ഏതാണെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഒരു സ്പോർട്സ് പ്ലെയർ എക്വിപ്മെൻറ്റ് വാങ്ങിക്കുന്നത്. അതിപ്പോൾ ഏത് രാജ്യത്ത് പോയി ചോദിച്ചാലും, കാരണം ഓരോ സ്പോർട്സിനും അതിൻ്റേതായ ഇതുണ്ട്. പക്ഷേ ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ടുള്ളൊരു ബോളറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാറ്റ്മാനെ സംബന്ധിച്ചോളം സേഫ്റ്റി എക്വിപ്മെൻറ്റ് എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ഇൻകം വേണം. അപ്പോൾ അത് കാരണമാണ് ഞാൻ റോയൽ സ്പോർട്സാണ് ക്രിക്കറ്റ്. പിന്നെ എനിക്ക് ഫിലിമിൽ നിന്ന് ഡയറക്റ്റ് സപ്പോർട്ടൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ആകെ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് ക്രിക്കറ്റ്. ഇപ്പോൾ ഞാൻ കർണാടക സ്റ്റേറ്റിലാണ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡൽഹിയിലാണ് മാച്ച് നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും വീഡിയോസും എല്ലാം യൂട്യൂബ് ചാനലിൽ, എനിക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നാഷണൽ NCL ക്രിക്കറ്റ് ടീമിൻ്റെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ മാച്ചിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. പിന്നെ അതേമാതിരി അപ്കമിങ് വേറെ സീസണിൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അത് സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലൈവായിട്ടുള്ള മാച്ചുകൾ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും വേറെ. അപ്പോൾ അത് ഓരോ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉണ്ടാവും, അത് വ്യക്തമായി അറിയില്ല. അപ്പോൾ ഈ സീസണിൽ ഡൽഹി പോയിട്ട് മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത്ര തന്നെ. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സ്കില്ലാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് കർണാടക സ്റ്റേറ്റിൽ പോയിട്ട് സെലക്ട് ആയത്. അത് കഴിഞ്ഞിപ്പോൾ ഇനിയിപ്പോൾ ഡൽഹിക്ക് പോകണം, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷേ ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് നമ്മുടേതായ ഒരു ഡെവലപ്മെൻറ്റ് സ്പോർട്സിലും കാണും, അത്ര തന്നെ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അത്ര തന്നെ, എൻ്റെ സ്വന്തം സ്കില്ലിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ അപ്കമിങ് നോട്ടിഫിക്കേഷനുകളിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ലൈവായിട്ട് ചാനലിൽ വരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സ്പോർട്സ് ചാനലിൽ വരും, അത്ര തന്നെ.